ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ രൂക്ഷമായ തർക്കം. പങ്കെടുപ്പിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാടെടുക്കുമ്പോൾ രാഹുലിനെ കൈവിടരുതെന്നാണ് എ ഗ്രൂപ്പിന്റെ നിലപാട്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് വി.ഡി. സതീശൻ. കേൾക്കാം. ഇല്ല, ഞങ്ങൾ ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ അതിനെക്കുറിച്ച്. കോൺഗ്രസിലെ ഒരാളും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതാണ് വിവരം. ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. ഞങ്ങള് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം യോജിച്ച തീരുമാനമാണ്. അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യതയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കാം. അതേക്കുറിച്ച് പാർട്ടി ഒരു തീരുമാനമെടുത്തു. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് ഈ മറ്റുള്ള ആളുകളും ഇതേ ആക്ഷേപം ഉള്ള നേരിട്ടിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകൾ ആ സഭയിൽ തന്നെ ഉണ്ട്. ആ സഭയിൽ ഇപ്പോഴും തുറന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ തുറന്നുകൊണ്ട് പോകുന്നു എങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാം. നിങ്ങളും ഒരു മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ അതേക്കുറിച്ച് അന്വേഷണം നടത്തണം, അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ടവരാണ്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. പാർട്ടി ആ ചോദ്യത്തെ രണ്ട് രീതിയിലാണ് സമീപിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം CLP-യിലില്ല, ലെജിസ്ലേറ്റീവ് പാർട്ടിയിലില്ല എന്ന നിലപാടെടുക്കുമ്പോൾ പാർട്ടി അധ്യക്ഷൻ പറയുന്നത് സ്പീക്കറാണ് സംരക്ഷണം ഒരുക്കേണ്ടത്, അയോഗ്യതയില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാൻ എന്നാണ്. തർക്കം രൂക്ഷമാണോ പാർട്ടിക്കുള്ളിൽ? അരുൺകുമാർ, തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ലൈംഗിക പീഡന കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകും എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ ശക്തമായി എതിർക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയ്ക്കകത്ത് എത്തിക്കഴിഞ്ഞാൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരമാണ് പ്രതിപക്ഷത്തിന് നഷ്ടപ്പെടുക എന്ന വിലയിരുത്തൽ കൂടി സതീശൻ പക്ഷം ഉയർത്തുന്നുണ്ട്. അതേസമയം എ ഗ്രൂപ്പും മറ്റ് ചില കോൺഗ്രസിലെ നേതാക്കളും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയ്ക്കകത്തെത്തണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും ഇതുവരെ വന്നിട്ടില്ല. ഒരു പെൺകുട്ടികളും പരാതിയുമായി വരാത്ത സാഹചര്യത്തിൽ നിയമസഭയ്ക്കകത്ത് മറ്റ് ലൈംഗികാരോപണങ്ങൾ നേരിട്ട MLA-മാരുണ്ട്. അവർക്ക് അവിടെ ഒരു തരത്തിൽ ഭരണകക്ഷി ഒരു സംരക്ഷണം ഒരുക്കുന്നുണ്ട്. സമാനമായ സംരക്ഷണം പ്രതിപക്ഷവും ഒരുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അഭിപ്രായമാണ് അവർ ഉയർത്തുന്നത്. എന്നാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം പരിഗണിച്ച് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരു തീരുമാനമെടുക്കാനാണ് സാധ്യത. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയ്ക്കകത്തേക്ക് വരുന്നതിന് ചൊല്ലിയുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണമൊരുക്കി സാമൂഹ്യ മാധ്യമത്തിൽ ഡിജിറ്റൽ മീഡിയ അംഗങ്ങളടക്കം വലിയ രീതിയിൽ ക്യാമ്പയിൻ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രവുമല്ല, രാഹുലിനെ എതിർക്കുന്ന നേതാക്കളെ സൈബർ അറ്റാക്ക് നടത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ വിശദമായ ചർച്ചകൾക്കൊടുവിലായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക. താങ്ക് യു.